നേരത്തെയൊക്കെ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് ഞാൻ ചോദിക്കുമായിരുന്നു, ഏത് സ്ഥലത്തിരിക്കുന്നതാണ് അവർ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആകുന്നത്, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഏറ്റവും ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്, ഏറ്റവും ഫ്രീ ആയിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നത് എവിടെയാണ്, അവരുടെ ജോലികൾ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം പലരും പറയുന്ന ആൻസേഴ്സ് ഡിഫറെൻ്റ് ആണ്. ചിലർ പറയും ചില റിസോർട്ടുകൾ അവർ ഭയങ്കരമായിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്യുന്നത് അവർ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആക്കുന്നുണ്ട്. ചിലർ പറയും പ്രസൻസ് ഓഫ് വാട്ടർ മേക്ക് ദം ഫീൽ മോർ റിലാക്സ് പ്രൊഡക്റ്റീവ്. ചിലർ പറയും ചില കോർട്ട്യാർഡ്സിൻ്റെ പ്രസൻസ്, ഗ്രീനറിയുടെ പ്രസൻസ് എന്നൊക്കെ പറയാറുണ്ട്. സൈലൻസിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, മഴ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പം ഞാൻ ആ ചോദ്യം ആരും ചോദിക്കാറില്ല, വേറെ ഒന്നും കൊണ്ടുമല്ല. നൗ ഐ നോ വാട്ട് മേക്സ് ദം ഫീൽ ദാറ്റ് റിലാക്സ്ഡ്. ഐ തിങ്ക് ദാറ്റ്സ് മദർ നേച്ചർ. നേച്ചർ തന്നെയല്ലേ അവർ ഏറ്റവും റിലാക്സ്ഡ് ആക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ദിലീപ്. എൻ്റെ പേര് ശിവപ്രഭ. ഇത് ഞങ്ങളുടെ മകൾ ധ്വനി. ഞങ്ങളുടെ പുതിയ വീടായ നിർമാല്യം, അതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ സംസാരിക്കാൻ പോകുന്നത്. ഞങ്ങളിത് 2 വർഷം മുമ്പാണ് പുതിയൊരു വീടിനെ കുറിച്ചിട്ട് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ മിലിറ്ററിയിലായിരുന്നു, നേവിയിൽ സർവീസ് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റിൽ ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീടിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, യൂഷ്വൽ കണ്ടംപററി സ്റ്റൈലിലുള്ള വീടിൽ മാറി ചിന്തിച്ചുകൊണ്ട് ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിലുള്ള ഒരു വീട് വേണമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ AJB ആർക്കിടെക്ട്സിലെ അയത്തേട്ടനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞങ്ങൾ 2 പേരും കൂടി അവരെ ഓഫീസിൽ പോയി കണ്ടു. അങ്ങനെ ഡിസൈൻസിനെ കുറിച്ച് പറഞ്ഞു, ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ കാണുന്ന പ്രൊജക്റ്റിൽ ദിലീപ് സാർ നമ്മുടെ അടുത്ത് വന്നപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിളായിരുന്നു. മിനിമലായിട്ടുള്ള സ്റ്റൈലിലുള്ള മൊത്തം എലമെൻറ്റ്സ് ആ ഒരു കളർ തീമിൽ പോകണം. വീടിനകത്തൊരു കോർട്ട്യാർഡ് വേണം. ഒന്നല്ല, കുറച്ച് കോർട്ട്യാർഡ്സ് ഉണ്ടെങ്കിൽ നല്ലത്, കോർട്ട്യാർഡ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതേപോലെ ജാളി എലമെൻറ്റ്സ് ഇഷ്ടമാണ്. വി നീഡ് ടു ഫീൽ ദ നേച്ചർ ഇൻസൈഡ് ദിസ് ഹൗസ്. അപ്പം അത് തന്നെയായിരുന്നു ഈ വീടിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ട് എനിക്ക് പറയാവുന്നൊരു കാര്യം. ഈ വീട്ടിലേക്ക് നമ്മൾ നേച്ചറിനെ മാക്സിമം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ 2 കോർട്ട്യാർഡ്സ് പ്ലേസ് ചെയ്തു. വിൻഡിൻ്റെ ഡയറക്ഷനെ അനുസരിച്ച് സൺപാത്ത് ഓവറായിട്ട് വീടിനകത്തേക്ക് വരാത്ത രീതിയിൽ 2 കോർട്ട്യാർഡ്സ് പ്ലേസ് ചെയ്തു. ഒരു മെയിൻ കോർട്ട്യാർഡ്, ഒരു സെക്കൻഡറി കോർട്ട്യാർഡ്. അപ്പോൾ ആ കോർട്ട്യാർഡിലേക്ക് വിൻഡിൻ്റെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് ജാളീസും പ്ലേസ് ചെയ്തു. അപ്പോൾ ആ ജാളിയിലൂടെ നമുക്ക് കാറ്റിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൂടാതെ ഫസ്റ്റ് കോർട്ട്യാർഡ്, അതായത് ഈ ചെറിയ കോർട്ട്യാർഡ് എന്ന് പറയുന്നത് ഒരു ഫോയർ പോലെയും കൂടി ആക്ട് ചെയ്യുന്ന സ്പേസ് ആയിരുന്നു. അത് വീട്ടിലേക്ക് കയറി വരുന്ന ഒരാൾ ആ ഒരു ഫോയർ സ്പേസിലൂടെയാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ പ്രൈവസി മാക്സിമം അവർക്ക് കിട്ടും. വീട്ടിൽ ഫ്രണ്ടിലായിരുന്നു വന്നാൽ തന്നെ ഇവർക്ക് ഇവിടുന്ന് കാണാനും പറ്റും. ഈ വീട്ടിലെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് തോന്നിയിട്ടുള്ളത് ചൂട് വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഡബിൾ ഹൈറ്റഡ് ആണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റ് ചെയ്തു. അതിന് താഴെ സാൻഡ്വിച്ച് പാനിൽ വെച്ച് ചൂട് തീരെ അകത്തേക്ക് കടത്താത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ വെയിൽ വല്ലാതെ അടിക്കില്ല. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ഒരു ചെറിയ വാട്ടർ ബോഡി ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പോരാതെ തന്നെ ഈ ലാൻഡ്സ്കേപ്പ്, ചെടികൾ, ഇതെല്ലാം തന്നെ ഈ വീടിനെ കുളിർമയേകുന്നൊരു കാര്യമാണ്. ഞങ്ങൾ 3 പേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീട്ടിലെ ഏരിയ എന്ന് പറയുന്നത് ഈ കോർട്ട്യാർഡ് തന്നെയാണ്. ഈ കോർട്ട്യാർഡ് ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ വീടിൻ്റെ എല്ലാ ബാക്കിയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെ. എനിക്കും ഇതേപോലെ തന്നെ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു വീട് വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും ആഗ്രഹത്തിനൊത്ത ഉള്ള ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ AJBയുടെ ടീം ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ വീട്ടിലെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് കിച്ചൺ തന്നെയാണ്. ഹൗ ക്യാൻ വി ഫീൽ ദ നേച്ചർ? ഞാൻ പറഞ്ഞ 3 രീതിയിൽ നമുക്ക് നേച്ചറിനെ ഫീൽ ചെയ്യാൻ പറ്റണം. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ആംബിയൻസ് നമുക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് വിഷ്വലി നേച്ചറിനെ ഫീൽ ചെയ്യാൻ പറ്റണം, നേച്ചറിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റണം. അതേപോലെ തന്നെ വി നീഡ് ടു ഫീൽ ദ ടെക്സ്ചർ ഓഫ് നേച്ചർ ഓൾസോ. അപ്പം അതെങ്ങനെ ഈ വീട്ടിൽ അച്ചീവ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിൻഡിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. വിൻഡ് വരുന്ന ഫ്ലോയ്ക്കകത്ത് ആ ഒരു സൗണ്ട് നമുക്ക് ഇതിനകത്തുണ്ടാവും. ആ ഒരു എയർ മൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൂടാതെ സൗണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെറുതായിട്ടൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറുതെന്ന് തോന്നാവുന്നൊരു സംഭവമാണ്, പക്ഷെ എന്നാൽ പോലും അത് ആ ഒരു കോർട്ട്യാർഡിൽ ഉണ്ടാക്കുന്ന ആംബിയൻസ് ഭയങ്കര വലുതാണ്. ഇവിടെയുള്ള ടെക്സ്ചറുകൾ, അതായത് വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ചെറിയൊരു സ്റ്റോൺ പേവ്ഡ് ആയിട്ടുള്ളൊരു പാത്രയുടെ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതുപോലെ വീട്ടിലെ കോർട്ട്യാർഡ്സിൽ നടക്കുമ്പം അവിടെയും സ്റ്റോൺസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രാസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ നേച്ചറിൽ നിന്ന് എടുത്തേക്കുന്ന പല എലമെൻസും മാക്സിമം അതിനെ കീപ്പ് ചെയ്ത് നമ്മൾ വീടിനകത്ത് പ്ലേസ് ചെയ്തു. ഈ 3 എലമെൻസും കമ്പൈൻ ആയാൽ മാത്രമാണ് നമുക്ക് ആ നേച്ചറിൻ്റെ പാർട്ടായിട്ട് ജീവിക്കുന്ന ഒരു ഫീൽ കിട്ടുള്ളൂ. ഈ വീട് കാണാൻ വന്നിട്ടുള്ള ഒട്ടുമിക്കവരും
എക്സ്പെക്റ്റ് ചെയ്തത് എല്ലായിടത്തും പോകുന്ന പോലെ ഒരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീട് തന്നെയായിരുന്നു ഉദ്ദേശിച്ചത് എല്ലാവരും അവരവരുടെ മനസ്സിൽ. പക്ഷേ ഈ വീടിൻ്റെ അകത്ത് കയറിയതിന് ശേഷമാണ് ഇത് തികച്ചും ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായത്. എല്ലാവരും ചോദിച്ചത് ഏത് ആർക്കിടെക്റ്റാണ്, എവിടെയാണ് അവർ എന്നാണ് ഞങ്ങളോട് ആദ്യം തന്നെ അന്വേഷിച്ചത്. എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങളെ സന്തോഷകരാക്കിയത്. എൻ്റെ നോട്ടത്തിൽ നേച്ചറെ നമ്മളൊരു പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യണം. നമ്മുടെ ഫാമിലിയുടെ പാർട്ടായിട്ട്, നമ്മളൊപ്പം ഉള്ളൊരു പേഴ്സണായിട്ട്. നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പറിനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യും, ഹൗ വി ടേക്ക് കെയർ ഓഫ് ദാറ്റ് പേഴ്സൺ. സെയിം തിങ് തന്നെയാണ് നമ്മുടെ ഒരു നേച്ചർ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ വീട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോഴൊരു കാര്യം. അതായത് അതിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, അതിനെ നമ്മൾ സംരക്ഷിക്കണം, അതിനൊപ്പം നിൽക്കണം. ആ ഒരു വളർച്ചയോടൊപ്പം നമ്മളുണ്ടാവണം. അപ്പോൾ അത് നമ്മളെ വളർത്തും, നമ്മളെ കാം ചെയ്യാൻ ആ സ്പേസിന് പറ്റും. ലൈഫിൽ എല്ലാ നിമിഷങ്ങളും നമ്മളൊപ്പം ആ സ്പേസ് നിൽക്കും. ചെറുതെന്ന് തോന്നാവുന്നൊരു കാര്യം തന്നെയാണ്, പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പേഴ്സണൽ മനസ്സിലാവുള്ളൂ ഞാൻ എന്താണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വീട് ഞങ്ങൾക്ക് കിട്ടി. അതിന് ആദ്യം തന്നെ AJB ആർക്കിടെക്ട്സിനോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ വെള്ളത്തിൻ്റെ ശബ്ദവും കിളികളുടെ ശബ്ദവും ഈ ചെടികളൊക്കെ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ഒരിക്കലും കോർട്ട്യാർഡ്സ് വേണ്ട എന്ന് പറയില്ല. നമ്മുടെ ക്ലയൻറ്റ് ഇദ്ദേഹം നമ്മോട് പറഞ്ഞു, ഹി നീഡ് എ കോർട്ട്യാർഡ്, ഹി നീഡ് നേച്ചർ ഇൻസൈഡ് ദിസ് ഹൗസ്. ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സ്പേസ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു വീട് വയ്ക്കുമ്പോൾ നിങ്ങളും പറയും നിങ്ങൾക്ക് വേണം, അതേപോലെ ഒരു കോർട്ട്യാർഡ് എൻ്റെ വീട്ടിലും വേണം എന്ന് പറയും.